നമസ്കാരം. ഇന്നലെ ദൈവത്തിൻ്റെ സ്വന്തം ജനം ഒരു കത്തോലിക്ക പുരോഹിതനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്ത് ക്രിസ്ത്യാനി, അവർക്കെന്ത് മരപ്പാപ്പ, അവർക്കെന്ത് പള്ളി, അവർക്കെന്ത് പള്ളിയിലച്ഛൻ. ലെബനനിൽ ബെയ്റൂട്ടിൽ ആണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സൗത്ത് ലെബനൻ, അവിടുത്തെ ത്രായയിൽ മരോണൈറ്റ് ഇടവകയിലെ വൈദികൻ ഫാദർ പിയറി അൽറായി, അദ്ദേഹത്തെയാണ് കൊന്നിട്ടുള്ളത്. കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. കാസക്കൂസന്മാരും ക്രിസംഗിത്തെണ്ടികളൊന്നും അറിഞ്ഞിട്ടില്ല, KCBC പാർട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല. ഏതായാലും ഇതിൻ്റെ പേരിൽ വത്തിക്കാനിലെ മരപ്പാപ്പ അയാൾ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഈ തിങ്കളാഴ്ചയാണ്. ലെബനൻ്റെ അതിർത്തി പ്രദേശമാണത്. ത്രായ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് ചെയ്തത്. പള്ളിയിൽ കയറി ആക്രമിച്ച് പരിക്കേറ്റ ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി എത്തിയതാണ് ഫാദർ പിയറി, പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടം ആളുകളും അദ്ദേഹത്തിൻ്റെ സംഘവും. അവർക്ക് നേരെയാണ് IDF ഡിഫൻസ് ഫോഴ്സ്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് യുദ്ധ ടാങ്കിൽ നിന്ന് വെടിവെപ്പ് നടത്തിയത്. ആളെ തെറ്റി വെടിവെച്ചതൊന്നുമല്ല, ഉന്നം തെറ്റി വെടി കൊണ്ടതുമല്ല. ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ വൈദികൻ മരണത്തിന് കീഴടങ്ങി. ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഫാദർ പിയറി അൽറായിയുടെ മരണത്തിൽ മരപ്പാപ്പ ലിയോ അയാൾ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശം, അവിടെയാണ് ഈ ആക്രമണം നടന്നത്. ഇസ്രായേലിൻ്റെ മെർക്കാവ ടാങ്കിൽ നിന്നുള്ള പീരങ്കിയിൽ നിന്ന് തുടർച്ചയായിട്ട് ഷെല്ലാക്രമണം നടന്നതായിട്ട് നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഈ സംഭവത്തെക്കുറിച്ച്. ആദ്യ ആക്രമണത്തിൽ വീട്ടുടമസ്ഥനും ഭാര്യയ്ക്കും പരിക്കേറ്റു. അത് വിവരം അറിഞ്ഞിട്ടാണ് ഈ ഫാദർ പിയറി റായി ഉൾപ്പെടെ നിരവധി ആൾക്കാർ, പിന്നെ റെഡ് ക്രോസ് വളണ്ടിയർമാരൊക്കെ സംഭവ സ്ഥലത്ത് ഓടിയെത്തിയത്. ഇവരുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയിലാണ് യുദ്ധ ടാങ്കിൽ നിന്ന് വീടിന് നേരെ പിന്നെയും വെടിവെപ്പ് ഉതിർന്നത്. അതോടുകൂടി ഈ ഫാദർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അതിൻ്റെ തൊട്ട് പിന്നാലെ വൈദികൻ മരണപ്പെടുകയും ചെയ്തു. മധ്യപൂർവ്വ ദേശത്ത്, മിഡിൽ ഈസ്റ്റിൽ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ ഇരകളുടെയും ഫാദർ പിയറി അൽറായിയെ പോലുള്ള രക്ഷാപ്രവർത്തകരുടെ വിയോഗത്തിൽ ലിയോ 14 മാർപ്പാപ്പ അഗാധമായിട്ട് ദുഃഖം പ്രകടിപ്പിക്കുന്നതായിട്ട് വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അവിടെ എന്നും ഉണ്ടാകുന്നുണ്ട് മരണം. ആ ഏരിയയിൽ ഇപ്പം എത്ര വർഷമായി പിറന്നു വീഴുന്ന കുട്ടികളടക്കം, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ആളുകൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ ആശുപത്രിക്ക് അകത്ത് കയറി ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ തലയ്ക്ക് വെടിയേറ്റ് മരിച്ച സമയത്ത് അപ്പോഴാണ് അഗാധമായിട്ടുള്ള ദുഃഖം ഉണ്ടായിട്ടുള്ളത്. സംഭവിക്കുന്ന കാര്യങ്ങൾ ആശങ്കാജനകമാണെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അയാൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, മരപ്പാപ്പ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അക്രമം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് വത്തിക്കാൻ അറിയിച്ചു. നമ്മളുടെ മനോരമ പത്രിക എഴുതുന്ന പോലെ അവിടെ സമാധാനത്തിൻ്റെ 100 പുഷ്പങ്ങൾ വിരിയട്ടെ. എവിടെ വിരിയാൻ വേണ്ടിയിട്ട്? അതൊക്കെ ചില സ്ഥിരം വാക്കുകൾ മാത്രമാണ്. ഇതിനിടയിൽ അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ അവകാശങ്ങൾ അംഗീകരിച്ചാൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി.
അത് അതിൻ്റെ വഴിക്ക് പോകുന്നു. ഇപ്പം യുദ്ധം നിർത്താൻ വേണ്ടി നിലവിളി കൂടുന്ന അമേരിക്കക്കാരും യുദ്ധം നിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്ന ഇറാൻകാരും ഇപ്പോൾ ആരാണ് വിജയിച്ചതെന്നൊരു ചോദ്യമുണ്ട്. അത് പിന്നെ വേറെ വിഷയമാണ്, നമുക്ക് വിട്ടുകളയാം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇസ്രായേലികളുടെ ബദ്ധശത്രുക്കളാണ് ക്രിസ്ത്യാനികൾ. യേശുവിനെ അവർ കാണുന്നത് ജാരസന്തതിയായിട്ടാണ് കാണുന്നത്, മിശികയായിട്ടല്ല കാണുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പോലും അവരുടെ വിശുദ്ധ ഖുർആനിലെ അധ്യായം അവർ മാറ്റിവെച്ചിട്ടുള്ള ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഖദീജ ബീവിക്ക് വേണ്ടിയിട്ടോ അല്ല, മറിയം ബീവിക്ക് വേണ്ടിയിട്ടാണ്. അവരവരുടെ പ്രവാചകനായിട്ടാണ് ഈസാ നബി യേശു ക്രിസ്തുവിനെ അവർ കാണുന്നത്. അതേ സമയത്ത് ഇസ്രായേലികൾ മറിയത്തെ കാണുന്നത്, മദർ മേരിയെ കാണുന്നത് നല്ല അർത്ഥത്തിലല്ല. അവരിലുണ്ടായ യേശുക്രിസ്തുവും പിന്നീട് ഉണ്ടായിട്ടുള്ള 7 സന്തതികൾ, മൊത്തം 7 സന്തതികളാണ് അവർക്കുള്ളത്. അത് ബൈബിളിലേക്ക് പറയുന്നതിൽ പോലും ഉറക്കെ പറയാൻ ഇവിടുത്തെ ക്രിസംഗികൾ തയ്യാറില്ല. കാരണം ദൈവത്തിൻ്റെ സ്വന്തം ദൈവത്തിൻ്റെ മകനാണ് യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം ഒതുക്കിയിട്ടുണ്ട്, ബാക്കിയുള്ള 6 പേരോ? അതിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണവും മറ്റുള്ള പ്രഭാഷണങ്ങളും നടക്കുന്ന സമയത്ത് അവിടെ ഒരാൾ പറയുന്നുണ്ട്, മറിയത്തിൻ്റെ ആശാരിയായിട്ടുള്ള ജോസഫിൻ്റെ 7 മക്കളിൽ ഒരുവനല്ലേ ഇവനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയും പോട്ടെ. അപ്പം ആയതുകൊണ്ട് തന്നെ അവർക്ക് കന്യാസ്ത്രീകളെ കണ്ണിനെ കണ്ടുകൂടാ. കന്യാസ്ത്രീകളേക്കും കണ്ടു കഴിഞ്ഞാൽ അവർ കാർക്കിച്ച് തുപ്പും, സ്പോട്ടിൽ വെച്ച് കാർക്കിച്ച് തുപ്പും. പക്ഷെ ഇവിടെ കേരള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേല്, ജൂതൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുളിര് കോരും, അവർക്ക് കുളിര് കോരും. അതിന് കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇസ്ലാമോഫോബിയ. കേരളത്തിലുള്ള മുസ്ലിങ്ങളോടുള്ള അസൂയ, പൗരുഷന്യം, പോരെ, കുശുമ്പ്, അതിൻ്റെ പേരിലുള്ള കുതികാൽ വെട്ട്, അതിനു വേണ്ടി കിട്ടുന്ന ഓരോ അവസരവും അവർ വിനിയോഗിക്കും. ഇപ്പോൾ അവരുടെ മിശിക എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ്, പിന്നെ നരേന്ദ്രമോദി. ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസംഗികളുടെ രക്ഷകന്മാർ. അവർക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുസ്ലിങ്ങൾ തലപൊക്കി നടക്കരുത്, നല്ല വസ്ത്രം ധരിച്ച് നടക്കരുത്. അവരെ ഏതെല്ലാം രീതിയിൽ അപമാനിക്കാൻ പറ്റുമോ, ഏതെല്ലാം വിധത്തിൽ അവഹേളിക്കാൻ പറ്റുമോ അതിനുള്ള അവസരം അത് ആര് സൃഷ്ടിക്കുന്നുവോ അവരെ മിശികമാരായിട്ട് കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ കേരള ക്രിസംഗികൾ, കാസക്കൂസന്മാർ, ACBC പാർട്ടികളൊക്കെയും ചെയ്യുന്നത്. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിച്ചു, കൂട്ടക്കൊല നടത്തി. അതാരാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രധാന വക്താവ് പിന്നെ അവിടേക്ക് കയറിയിട്ടില്ല, ആ ഭാഗത്തേക്ക് കയറിയിട്ടില്ല. അവിടെ തന്നെ 2 ഗ്രൂപ്പായിട്ട് പിരിഞ്ഞിട്ടാണ് ഈ അടിയും തല്ലും കൂട്ടക്കൊലയും നടത്തിയത്. പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു അനുശോചനമെങ്കിലും രേഖപ്പെടുത്താൻ കേരളത്തിലെ ക്രിസ്ത്യാനികൾ തയ്യാറായില്ല, ഇവിടുത്തെ കാസക്കൂസന്മാർ തയ്യാറായില്ല, ഇവിടുത്തെ കരിമ്പൻ കാലൻ അവനൊന്നും തയ്യാറായില്ല, ഇവിടുത്തെ ഒരു സംസ്ഥാപനവും ക്രിസ്ത്യൻ സംസ്ഥാനവും തയ്യാറായില്ല. അതിന് കാരണമായിട്ട് പിന്നീട് പറഞ്ഞത് റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളെ കൊന്നതെന്ന്. അത് പറഞ്ഞുകൊണ്ടാണ് ക്രിസംഗികൾ ഇവിടെ ന്യായീകരിച്ച് മെഴുകിയത്. അത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഇതിന് ന്യായീകരിക്കാൻ അവർ വരും, എന്തെങ്കിലും കഥയുമായിട്ട് ഈ സംഭവത്തെ ന്യായീകരിക്കാൻ. ഇവിടെ ലെബനനിൽ നടന്ന പള്ളിക്കകത്ത് കയറിയിട്ട് ഒരു പള്ളിയച്ഛനെ, ഒരു കത്തോലിക്ക പുരോഹിതനെ വെടിവെച്ച് കൊന്നതിന് ന്യായീകരിക്കാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ വരും. ക്രിസംഗികളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഇത്രയേ പറയാനുള്ളൂ, നിങ്ങൾ നക്കിക്കൊടുക്ക്, ജൂതൻ്റെ ഷൂ ഇനിയും നക്കിക്കൊടുക്ക്. കിട്ടുന്നുണ്ടല്ലോ, ഓരോന്നോരോന്നും കിട്ടുന്നുണ്ടല്ലോ. അവർക്ക് നിങ്ങളത് കണ്ണിന് കണ്ടുകൂടാ. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പും. നിങ്ങൾ അവരുടെ ഷൂ നക്കും, നിങ്ങളുടെ ഷെഡി കഴുകി കൊടുക്കും. അതുകൊണ്ട് ഇനിയും ഷൂ നക്കിക്കൊടുക്ക്, ഇനിയും ഷെഡി കഴുകി കൊടുക്ക്. ഇറാൻ്റെ ഒരു ബോംബ് ഇസ്രായേലിൽ വീണു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുത്തെ ക്രിസംഗി പിള്ളേർ അതിൻ്റെ ഇടയിലും ഫേക്ക് ന്യൂസ്. നിൻ്റെ അമ്മയും നിൻ്റെ പെങ്ങളും നിൻ്റെ ഭാര്യയും നിൻ്റെ മകളും ഇപ്പോൾ ഗ്യാസ് കിട്ടാതെ അവർ കഷ്ടപ്പെടുന്ന സമയത്ത് നീ എന്ത് ഗ്യാസാണ് കൊടുക്കുക? നീ കുനിഞ്ഞു നിന്ന് നന്നായിട്ട് മുക്കിയിട്ട് ഗ്യാസ് ഉണ്ടാക്കി കൊടുക്കും അവർക്ക്. അതും ഫേക്കാണോ? നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ മോനെ ഗ്യാസ് കുറ്റി തീർന്നാണെന്ന് പറയുമ്പോൾ അത് ഫേക്കാണോ? അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയോ മക്കളോ ഒന്നും ഇവിടെ ഗ്യാസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് ഫേക്കാണോടാ? ജൂത ജനത ദൈവജനതയാണെന്ന് പറയുന്നത് ഇവരാണല്ലോ. ഇസ്രായേൽ വാഗ്ദത്ത ഭൂമിയാണ്, ജൂത ജനത ദൈവജനതയാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ.
അതുകൊണ്ട് നിങ്ങളങ്ങനെ ക്ഷമിക്ക്. നിങ്ങൾക്കതിന് അതേ പറയാൻ പറ്റുള്ളൂ. ദൈവജനതയായിട്ടുള്ള ജൂതന്മാർ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ നേരത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കുക. അതൊക്കെ നിങ്ങൾക്കിനി കഴിയുള്ളൂ. അത്ര ന്യായീകരണങ്ങളെ നിങ്ങൾക്കിനി കഴിയുള്ളൂ. വത്തിക്കാനിലെ മരപ്പാപ്പയുടെ കേരള കുഞ്ഞാടുകൾ ഇപ്പോൾ ഹാപ്പിയായി കാണണം. ഇസ്ലാം വിരോധം മൂത്ത് വട്ടുപിടിച്ച് സ്വബോധം പോയിരിക്കുകയാണ് ഇവർക്ക്. ഏതായാലും ഇനി ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ഇസ്രായേൽ ജനതയെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇസ്രായേൽ ജനതയെ ഒന്ന് അനുശോചിക്കാൻ പോലും അവർക്ക് കഴിയില്ല. കാരണം അത്രമാത്രം അവർ ഇസ്രായേൽ ജനതയെ പിന്താങ്ങിയിട്ടുണ്ട്, പല സംഭവങ്ങളായിട്ട് പിന്താങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇസ്ലാമോഫോബിയ ഉള്ളിൽ വെച്ച് വളർത്തിയിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക, അനുഭവിക്കുക തന്നെ, അത്രേ പറ്റുള്ളൂ. സാക്ഷാൽ യേശു ക്രിസ്തുവിനെ തൊലിയുരിച്ച് കുരിശിൽ കയറ്റിയ ശേഷം പള്ളയിൽ കുത്തി അവിടെ ദ്വാരം ഉണ്ടാക്കി മുട്ടുകാലിൽ തല്ലി ഒടിച്ച വർഗമാണ് ഈ ജൂതന്മാർ. ഞാൻ ഇടുക്കിയിലുള്ള സമയത്ത് ഒരിക്കൽ രണ്ട് ജൂത ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും വേറൊരു ഭാര്യയും ഭർത്താവും, അവരുടെ ഓരോ മക്കൾ, അവർ എടമലക്കുടി എന്ന് പറയുന്ന അവിടുത്തെ മുതുവാൻ സെറ്റിൽമെൻറ്റിൽ വന്ന സമയത്ത് അവിടെ റേഷൻ കടയ്ക്ക് നടത്തിയിരുന്ന, പുറത്തുനിന്ന് വന്ന് റേഷൻ കട നടത്തിയിരുന്ന ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു അവിടെ. അവർ 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്താ അറിയോ? ഞങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ചു കൊന്നവരല്ലേ അവരെ നിങ്ങളൊന്ന് കാണട്ടെ എന്നാണ് പറഞ്ഞത്. അത്രയും വൈരാഗ്യമാണ് അവർക്കുള്ളത്. സാക്ഷാൽ യേശുവിനെ ആ രീതിയിലാണ് അവർ കൊന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവർക്ക് ശത്രുവാണ്. അതുപോലെ തന്നെ അവർക്ക് മരപ്പാപ്പ ശത്രുവാണ്. അവർക്ക് എന്ത് പള്ളി വാസ്തവത്തിൽ, അവർക്ക് എന്ത് പള്ളിയിലച്ഛൻ, എന്ത് കർദിനാള്. ഏതായാലും ദൈവത്തിൻ്റെ സ്വന്തം ജനത ചെയ്ത വിശുദ്ധ കൊലപാതകം എന്ന് പറഞ്ഞ് അതിൻ്റെ അടിയിൽ 2-3 വരയും വരച്ച് അടിവരയിട്ടിട്ട് നിങ്ങൾ ആശ്വസിച്ചോ. ഇനി ഇത് ഇവിടെ ഉണ്ടാകും. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന് മുൻപിപ്പം പള്ളികൾ ആക്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പിന്നെ അത് സ്ഥിരം പരിപാടിയാണ്, കലാപരിപാടിയാണ്. RSകാരുടെ സ്ഥിരം കലാപരിപാടികളാണ് ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുക എന്നുള്ളത്. ആരൊക്കെയാണ് ഇവരോട് ഒന്ന് ചിരിച്ചു കാണിച്ച് സുഖമല്ലേ ചോദിക്കുമ്പോൾ ഒരു മുഖം കൊടുക്കില്ല. ചള്ളയ്ക്ക് 2 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ ഷൂ നക്കലായി, ഉടനെ തന്നെ അവർ മുമ്പിൽ കുനിഞ്ഞ് നിൽക്കലായി. അങ്ങനെ ഒരു വർഗം, അതൊക്കെയാണ് ഈ നായ്ക്കളെന്ന് പറയും. അതായത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയപ്പെടുത്തി മാത്രമേ അവരെ കീഴടക്കി നിർത്താൻ പറ്റുള്ളൂ. ആയതുകൊണ്ടാണ് ഇത്രയും പോകുന്ന മനുഷ്യൻ ഇത്രയും വലിയൊരു ആനയെ എങ്ങനെയാണ് ഭയപ്പെടുത്തുന്നത്? അതിലൊരു തോട്ടിയുണ്ട്. ആ തോട്ടിയും ഇങ്ങനെ ഒരു ചൂണ്ട പോലൊരു സാധനമുണ്ട്. അത് അടക്കം പഠിപ്പിക്കുന്ന സമയത്ത്, ചട്ടം പഠിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും അത് ഈ കൊമ്പിൻ്റെ ഇടയിലിട്ട് വലിക്കും. അവരെ ചൂരക്കോല കൊണ്ട് നഖത്തിൻ്റെ ആ അവസാന ഭാഗത്ത് അവിടെ നല്ല അടി വെച്ച് കൊടുക്കും, പഠിപ്പിക്കും. ഇതൊക്കെയാണ് കേട്ടാ എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. ആ ഭയത്തിൻ്റെ പേരിലാണ്, കാട്ടുമൃഗങ്ങളെ ഭയത്തിൻ്റെ പേരിൽ മാത്രമേ അവർക്ക് ചട്ടം പഠിപ്പിച്ച് അവരെ കീഴിലാക്കാൻ പറ്റുള്ളൂ. മനുഷ്യന്മാരുടെ സ്ഥിതി അതല്ല. യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ ഒരു അദ്വേഷ്ട സർവഭൂതാനം മൈത്രി കരുണ എന്നിത്യാദി കാര്യങ്ങൾ, സ്നേഹം എന്ന് പറയാം. സ്നേഹം കൊണ്ടാണ് കീഴടക്കാൻ പറ്റുക. പക്ഷേ ഇരുകാരി മൃഗങ്ങളുണ്ട്, ഈ പറഞ്ഞ ക്രിസംഗികൾ, അവരെ ഇതുപോലെ പേടിപ്പിച്ചു കൊണ്ട് തന്നെ അടക്കി നിർത്താൻ പറ്റുള്ളൂ. ലോക ക്രിസ്ത്യാനികളിൽ ഇപ്പോൾ 99% ക്രിസംഗിസവും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ തലതൊട്ടപ്പന്മാരാണ്. അതിൻ്റെ തലതൊട്ടപ്പനാണ് ഈ വത്തിക്കാനിലെ മരപ്പാപ്പയും. അതിൻ്റെ അണികളാണ് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിത്യാദി രാജ്യങ്ങളും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര മാത്രമേ ഉള്ളൂ. അനുഭവിക്കുക, അത്ര മാത്രമേ പറ്റുള്ളൂ. നമസ്കാരം.